എൻ്റെ ADs ആണ് ആയിഷ, വേറെ ബിസിയാണ്. ആൻഡ് ആനന്ദ് സൗണ്ട് ഡിസൈൻ ആനന്ദ ചെയ്തിരിക്കുന്നു. ആൻഡ് രാകേഷ് അവിടെ പിന്നെ ഇത് 4 ലൂപ്പിലും ഡിഫറെന്റ് ആയിട്ട് പെർഫോം ചെയ്ത പ്രീതി. ഇത് അങ്കിത്ത്, ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. എന്നോട് ജയിലിൽ പോയാലും ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഫോറസ്റ്റിൽ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ അത്രയും ഞങ്ങൾക്ക് വേണ്ടി കൂടെ ചെയ്ത ഞങ്ങളുടെ ഫ്രണ്ടാണ്. ഞങ്ങളുടെ ഈ ടീമിലുള്ള എല്ലാവരും ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. ഇത് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന ഒരു പടമാണ്. ഞങ്ങളെല്ലാവരും സിനിമ ഭയങ്കര പാഷനേറ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ വർക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ചെയ്തു. ക്യാൻസൽ കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. കാർത്തിക് എഡിറ്റർ ഈസ് മിസ്സിംഗ്. നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഇങ്ങോട്ട് വരേണ്ടതാണ്. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി, എനിക്ക് പെട്ടെന്നൊന്നും കളക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ജോൺസി പ്ലീസ്. അരുൺ ശിവനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. അശ്വതിയുടെ സാഹിൽ ആർട്ട്. അപ്പോൾ താങ്ക് യു ഗൈസ്, എല്ലാവർക്കും ഒരുപാട് സന്തോഷം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം. അവിടെ ഇത് സിനിമയാക്കുന്നുണ്ടോ? ഇല്ല, ഇതൊരു ഷോർട്ട് ഫിലിമാണ്. ആക്ച്വലി ഇതൊരു പൈലറ്റ് മൂവിക്കുള്ള ഒരു പ്ലാൻ ആയിരുന്നു. ഞങ്ങളിത് OTTക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ്. ഒരു 6 എപ്പിസോഡുള്ള ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ലൂപ്പ് കൈൻഡ് ഓഫ് വേർഷൻ ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത്. ബട്ട് ഇതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മളൊരു ഷോർട്ട് ഫിലിമിലേക്ക് ഇപ്പോഴും നിർത്തി. ഇൻ ഫ്യൂച്ചർ ഇതല്ല മറ്റൊരു സബ്ജക്റ്റ് ഉണ്ടാവും. ഇനി ഒരിക്കലും ലൂപ്പ് എടുക്കില്ല എന്നാണ് ഡയറക്ടർ പറഞ്ഞത്. അതുകൊണ്ട് ഞാനൊന്ന് നോക്കേണ്ടി വന്നു. നമ്മൾ ലൂപ്പിൽ പെട്ടുപോയി, ഭയങ്കര ട്രാക്കിലായിരുന്നു കുറച്ച് നാൾ. അതുകൊണ്ട് ഇനി ലൂപ്പില്ല. താങ്ക് യു സോ മച്ച് ഗൈസ്. എല്ലാവരും ക്ഷണിച്ചതിന് വന്നതിൽ എല്ലാവരും, ഞങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും. സന്ദീപ് ഇതാണ് ആ മുഖം മൂടി ഇട്ട് അഭിനയിച്ച് മുഖം കാണാത്തോണ്ട് ഈ മുഖം ഫ്രെയിമിൽ എല്ലാവരും കാണണം. അമൽ കെ ഉദയ്, അമലിനാണ്. എല്ലാ ഫ്രണ്ട്സാണ്. അപ്പം അങ്ങനെ ചെയ്തൊരു വർക്കാണ്. സന്തോഷം. ഒരു ഡോണി ഡാർക്ക് ഒരു ഷെയ്ഡ് കൊണ്ടുവരാൻ ശ്രമിച്ചത് മനഃപൂർവ്വമാണോ? ആ പടത്തിനോടുള്ള ആരാധന കൊണ്ട്? ഒരിക്കലും അങ്ങനെയില്ല. ഇതിങ്ങനെ എഴുതി വന്നപ്പോൾ ഇങ്ങനെ സംഭവിച്ചാണ്. ഞാൻ കുബ്രിക്കിന്റെ വലിയ ആരാധകനാണ്. അപ്പൊ ഒരു സ്റ്റാൻലി കുബ്രിക് പേസ് ഓഫ് മേക്കിംഗ് ആണ് ടോട്ടലായിട്ട് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും സിനിമയെ റെഫർ ചെയ്തിരുന്നു? ലൂപ്പ് ചെയ്യുമ്പോൾ വളരെ കഷ്ടപ്പാടാണ്. കാരണം മുമ്പുണ്ടായ സീൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു രീതിയിൽ കണ്ടിന്യൂറ്റി പോകാൻ പാടില്ല. ഒരു വിരലിന്റെ മൂവ്മെന്റ് പോലും പോകാൻ പാടില്ല. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ച് ആർട്ടിസ്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ 1, 2, 3, 4 നല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നു. 1ഉം 2ഉം 3ഉം 4ഉം അറ്റ് എ ടൈം ഷൂട്ട് ചെയ്തിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു 3 ദിവസം നല്ല റിഹേഴ്സൽ ചെയ്തിട്ടാണ് നമ്മൾ കാട്ടിലേക്ക് പോയത്. അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നു. ബട്ട് ഡെഫിനറ്റ്ലി ഇനി ഞാൻ ഒരിക്കലും ഈ ലൂപ്പ് ചെയ്യില്ല, അത് ഉറപ്പാണ്. മതി, പടം ലൂപ്പിലായി പോയി. അതാണ് എൻ്റെ ഒരു റിയാലിറ്റി. ഇനി ചെയ്യില്ല. ലൊക്കേഷൻ ബ്രോ, എന്തുകൊണ്ടായിരുന്നു ഈ വരുത്തുപോക്ക് എന്നുള്ള പേര്? വരുത്തുപോക്ക് ഇൻ ദ സെൻസ്, ഇപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, വടക്കൻ ഭാഗങ്ങളിലൊക്കെ പറയും ദേവിയെ കാണുമ്പോൾ നമ്മളിങ്ങനെ കറങ്ങിപ്പോകുന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ഒരാൾ ലൂപ്പിൽ പെട്ടുപോവാണ്, കറങ്ങിപ്പോവാണ്. കാരണം ഇതിൻ്റെ ബേസിക് തോട്ട് എന്ന് വെച്ചാൽ ഒരാൾ മരിച്ചാൽ ആളുടെ ബ്രെയിൻ 180 സെക്കൻഡ്സ് ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ മരിക്കുമ്പോൾ അവൾ കണ്ടുപിടിക്കുകയാണ് ഹൂ ഇസ് മൈ കില്ലർ എന്ന്. അവൾ ആ 4 ലൂപ്പുകളിലൂടെ സഞ്ചരിച്ച് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയാണ് ഇതിൻ്റെ തോട്ട്. ബേസിക്കലി വരുത്തുപോക്കുന്ന പേര് കാരണം ഈ ദേവി കോൺസെപ്റ്റ് തന്നെയാണ്. ലൂപ്പിൽ പെട്ടുപോകുന്നു എന്നൊരു കോൺസെപ്റ്റിന് പുറത്താണ് ഈ ഒരു പേര് വെക്കാൻ കാരണം. എന്താണ് സിനിമയുടെ പ്രോജക്റ്റ്? അടുത്ത് എന്താണ് ചെയ്യാൻ? സിനിമയുടെ ഒരു സാധനം ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അനൗൺസ്മെന്റ് ഉണ്ടാവും. സ്റ്റാർ പടം തന്നെയാണ് പുറകിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒഫീഷ്യലി ആവാത്തതുകൊണ്ടാണ് പറയാതിരിക്കുന്നത്. പക്ഷേ ഈ മാസം തന്നെ ഉണ്ടാവും. സയൻസ് ഫിക്ഷൻ തന്നെയാണോ? അല്ല, അതൊരു ത്രില്ലറാണ്. പ്രോപ്പർ ആക്ഷൻ ത്രില്ലറാണ്. സ്റ്റാറായിട്ട് ഡിസ്കഷൻ കഴിഞ്ഞോ? കഥയൊക്കെ പറഞ്ഞു. സ്റ്റാറിനൊന്ന് റിവീൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അല്ല, അതുകൊണ്ടല്ല, അവിടെ നിന്നൊരു ഇൻഫർമേഷൻ വന്നിട്ടില്ല. പ്രോപ്പർലി ഈ മാസം എൻ്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ട് അതിന് ശേഷം നമ്മൾ കാണും. വേറെന്തേലും വേറെന്താ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പേരൊക്കെ പേരൊക്കെ കുറച്ച് ലൈറ്റ്
ഞാൻ ലേറ്റ് ആയി അല്ല ഈ വരുത്തുപോക്ക് എന്ന് പറയുമ്പോഴേ ഓൾറെഡി നമ്മളൊരു സങ്കല്പം ഉണ്ടല്ലോ ഓൾറെഡി ഇങ്ങനെ ഒരു ഇതുകൊണ്ടാണ് അതും ഇതുമായിട്ട് എന്താ ബന്ധത്തിൽ എങ്ങനെയാണ് വരുന്നത്? ഇല്ല, ഞാൻ അതിൽ മറ്റേ ഈ ഹിന്ദു മിത്തോളജി എന്നുള്ളൊരു സാധനം യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് ആ ലൂപ്പ് എന്നുള്ളൊരു തോട്ട് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വരുത്തപ്പോക്ക് നമ്മൾ ദേവിയെ കാണുമ്പോൾ നമ്മൾ കിടന്ന് ലൂപ്പിൽ പെടും എന്ന് പറയുന്നു. ആ ഒരു ലൂപ്പ് എന്നുള്ളൊരു തോട്ടിലാണ് ഈ സാധനം ഞാൻ എടുത്തത്. അതല്ലാതെ മറ്റേതുമായിട്ടൊരു ബന്ധമില്ല ഈ പടത്തിൽ. ഈ തമിഴില് ഗെയിം എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട്, അതിലൊക്കെ ഇൻസ്പയർഡ് ആണ്. ഗെയിം, പിന്നെ ട്രയാങ്കിള്, കുറെ ലൂപ്പ് ഒരുപാട് പടങ്ങൾ. ലൂപ്പ്, അത് ജോണറാണ്. അങ്ങനെ ഇൻസ്പയർഡ് എന്നല്ല, ഓഫ്കോഴ്സ് എല്ലാ ലൂപ്പ് സിനിമകളും ഇൻസ്പയർഡ് തന്നെയാണ്. ഞാനിപ്പോൾ ഹാപ്പി ഡെഡ് ഡേ 2 1 എന്നൊക്കെ പറഞ്ഞ മൂവി ഉണ്ട് ഇംഗ്ലീഷ്, ഭയങ്കര ഫാനാ. ഇൻസ്പയർഡ് ആണ്. റൺ ലോല റൺ, ഒരു ജർമ്മൻ മൂവി ഉണ്ട് 93 പടം, നല്ല ഉഗ്രം പടം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തെറ്റ പടം, ലൂപ്പ് പടം നിർത്തി. ഇൻസ്പയർഡ് ആണ്, എനിക്കിഷ്ടമാണ്. പക്ഷെ ഇതോടെ മതി. വേണമെങ്കിൽ നിങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ട് ഷെയർ ചെയ്തോളൂ, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ആയിരുന്നു ഇവർ രണ്ടുപേരുടെയും. കാരണം 4 ലൂപ്പിലും ഡിഫറെൻ്റ് ആയിട്ട് ആ സാധനം പെർഫോം ചെയ്യാന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിരുന്നു രണ്ടുപേരും. നമ്മൾ